99 ആളുകളെ കൊന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകുന്നത്. ഈ റൗഡിസം അവസാനിപ്പിക്കണമെന്ന്. ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ശിഷ്ടകാലം ഒരു നല്ല മനുഷ്യനായി ആരെയും ആക്രമിക്കാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് സ്വാലിഹായ ഒരു മനുഷ്യനായി ജീവിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ പരിചയമുള്ള ആളുകളോടൊക്കെ അദ്ദേഹം ചോദിച്ചു, എനിക്കിനി തൗബ ഉണ്ടാവുമോ? എൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുമോ? ഞാനൊരു കാരണവുമില്ലാതെ 99 ആളുകളെ കൊന്നിട്ടുണ്ടല്ലോ. അവർ അദ്ദേഹത്തിന് ഒരു ആബിദിനെ കുറിച്ച് പറഞ്ഞു. ആബിദ് എന്ന് പറഞ്ഞാൽ മുഴു സമയവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ. നീ അദ്ദേഹത്തോട് പോയി ചോദിക്കും. അയാൾ ആ ആബിദിനെ സമർപ്പിച്ചു. ഞാൻ 99 ആളുകളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബ ഉണ്ടാവുമോ? എൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുമോ? എനിക്ക് നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ പറ്റുമോ? ആബിദിന് ദേഷ്യവും ആശ്ചര്യവും തോന്നി. 99 ആളെ കൊന്ന ഒരാൾക്ക് എങ്ങനെ മാപ്പുണ്ടാവാനാണ്? എങ്ങനെ അല്ലാഹു തആല അദ്ദേഹത്തിന് അയാൾക്ക് പുറത്തു കൊടുക്കാനാണ്? ആ ആബിദിന്റെ ശബ്ദമുയർന്നു. 99 ആളെ കൊന്ന തൻ്റെ തൗബ ആര് സ്വീകരിക്കാനാണ്? നീ കടന്നു പോയി ഇവിടെ നിന്ന്. അയാൾ ദേഷ്യപ്പെട്ടു. മുൻകോപിയായ കൊലയാളി അയാളെയും വകവരുത്തി. 100 കൊലകൾ തികച്ചു. അയാൾ ഇറങ്ങി നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കൊലയാളിക്ക് മാനസാന്തരമുണ്ടായി. നാശം, ഞാൻ 100 പേരെ കൊന്നിരിക്കുന്നു, ഇനി എനിക്ക് നന്നാവാനാവില്ല. അല്ലാഹു തആല എൻ്റെ തൗബ സ്വീകരിക്കില്ലേ? ഒരു സ്വാലിഹായ മനുഷ്യനെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അയാൾ തൻ്റെ അന്വേഷണം തുടർന്നു. തൻ്റെ ചോദ്യം പലരോടും ചോദിച്ചു. ആളുകൾ ഒരു ആലിമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഒരു പണ്ഡിതനുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഈ കൊലയാളി ആ പണ്ഡിതന്റെ അടുക്കലേക്ക് ചെന്നു. തൻ്റെ കഥകൾ വിവരിച്ചു. ഞാൻ 100 പേരെ കൊന്നിരിക്കുന്നു, എൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുന്നു, എനിക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് താല്പര്യമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആലിം അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ആർക്ക് മറ നിൽക്കാൻ കഴിയും? നിന്റെ തൗബ സ്വീകരിക്കില്ലെന്ന് പറയാൻ ആർക്ക് സാധിക്കും? തീർച്ചയായിട്ടും നിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. ഇതുവരെ ജീവിച്ചു പോന്ന നിന്റെ ചുറ്റുപാടുകളാണ് നിന്നെ ഇത്രയും കൊലകൾ നടത്തിക്കാനും അക്രമങ്ങൾ നടത്താനും ഒക്കെ കാരണമായിട്ടുള്ളത്. ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നല്ല ആളുകൾ ജീവിക്കുന്ന ഒരു നാട് ഞാൻ നിർദ്ദേശിക്കാം, നീ അവിടേക്ക് പോകണം. കൊലയാളിക്ക് സന്തോഷമായി. എൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന ഒരു പ്രത്യാശ ആ മനസ്സിലുണ്ടായി. അയാൾ ആലിമിനോട്, ആ പണ്ഡിതനോട് നന്ദി പറഞ്ഞു. പുതിയ നാട്ടിലേക്ക് പുതിയ ജീവിതം നയിക്കാൻ തീരുമാനിച്ച് യാത്ര പുറപ്പെട്ടു. യാത്ര മധ്യേ ആ മനുഷ്യൻ മരണപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി റഹ്മത്തിന്റെ മാലാഖമാരും അദാബിന്റെ ശിക്ഷയുടെ മാലാഖമാരും വന്നത്. കാരണം ഇദ്ദേഹം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് നല്ല ഒരു മനുഷ്യനാകാൻ വേണ്ടി, നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി പുറപ്പെട്ടയാളാണല്ലോ. അതുകൊണ്ട് ഞങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് കൊണ്ടുപോവേണ്ടത് എന്ന് റഹ്മത്തിന്റെ മാലാഖമാരും, ഇദ്ദേഹം വെറും ഒരു മനുഷ്യനല്ല, 100 പേരെ കൊന്നയാളാണ്, അതുകൊണ്ട് ഞങ്ങളാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ശിക്ഷയുടെ അദാബിന്റെ മാലാഖമാരും തമ്മിൽ വാക്തർക്കത്തിലേർപ്പെട്ടു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അല്ലാഹു തആല ഒരു മലക്കിനെ അവർക്കിടയിൽ മധ്യസ്ഥത നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. മധ്യസ്ഥനായ മലക്ക് പറഞ്ഞു,
നമുക്ക് ഇദ്ദേഹം വന്ന വഴിയും ഇദ്ദേഹം എത്തിച്ചേരേണ്ട നാടും തമ്മിലുള്ള ദൂരം അളക്കുക. എന്നിട്ട് ഏത് നാട്ടിലേക്കാണോ ഇദ്ദേഹം കൂടുതൽ അടുത്ത് കിടക്കുന്നത് ആ മാലാഖന്മാരാണ്, അഥവാ ഇദ്ദേഹം വന്ന നാടിനോടാണോ അടുത്തുള്ളത് എങ്കിൽ അദാബിന്റെ ശിക്ഷയുടെ മാലാഖന്മാർക്ക് കൊണ്ടുപോകാം. അല്ല, ഇദ്ദേഹം പോകാനിരിക്കുന്ന അദ്ദേഹം ഉദ്ദേശിച്ച നാടിനോടാണോ അടുത്ത് കിടക്കുന്നത് എങ്കിൽ റഹ്മത്തിന്റെ മാലാഖമാർക്കും ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചു കൊണ്ടുപോകാം. അങ്ങനെ അവര് 2 വഴിദൂരവും അളക്കുകയാണ്. അളന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം പോകാൻ ഉദ്ദേശിച്ച ആ നാട്ടിലേക്കാണ് അല്പമെങ്കിലും കൂടുതൽ അടുത്ത് കിടക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ റഹ്മത്തിന്റെ മാലാഖമാർ കൊണ്ടുപോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത കഥയാണ്. ഈ കഥയിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഏതാനും പാഠങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത തന്നെയാണ്. അള്ളാഹു വലിയ കാരുണ്യവാനാണ്. രണ്ടാമത്തെ കാര്യം, നാം എത്ര വലിയ തെറ്റുകൾ ചെയ്തയാളാണെങ്കിലും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചുവെങ്കിൽ, നാം തൗബ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു തആല നമുക്കത് പുറത്തു തരും. മൂന്നാമത്തെ കാര്യം, നാം തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളും മാറ്റുക എന്നതാണ്. ഇനിയും പാഠങ്ങളുണ്ട്. അഥവാ അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ആളെക്കാളും ശ്രേഷ്ഠത അറിവുള്ള ആൾക്കാണ്. അതുകൊണ്ടാണല്ലോ ആബിദ് നിങ്ങൾക്ക് തൗബയില്ല എന്ന് പറഞ്ഞതും ആലിമായ മനുഷ്യൻ നിങ്ങൾക്ക് തൗബയുണ്ട് എന്ന് പറഞ്ഞതും. ഇനിയും ധാരാളം പാഠങ്ങൾ ഈ ഒരു ചെറിയ കഥയിൽ നമുക്കുണ്ട്. നിങ്ങൾക്ക് എന്ത് പാഠമാണോ തോന്നുന്നത് അത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ബാറകല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.